ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പണ്ഡിതന്മാർ, വിവരമുള്ളവർ നല്ല കാര്യങ്ങൾ പറയാൻ വേണ്ടി വിളിച്ചു കൂട്ടിയ സദസ്സുകളിൽ ശ്രദ്ധിച്ച് കേൾക്കാനും മൗനം ദീക്ഷിച്ചുകൊണ്ട് ആ സദസ്സുമായി സഹകരിക്കാനും നമുക്കെല്ലാം ബാധ്യതയുണ്ട്. പലപ്പോഴും നമ്മുടെ പല യോഗങ്ങളും പരിപാടികളും വിജയിക്കാതെ പോകുന്നത് ഈ രണ്ട് ഘടകങ്ങളുടെ അഭാവം കൊണ്ടാണ്. ഒന്ന്, പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, സദസ്സിലുള്ള മുഴുവൻ ആളുകളും മൗനം ദീക്ഷിക്കുക. ശ്രദ്ധിച്ച് കേൾക്കുക എന്നത് മൗനമായി ഇരിക്കുക എന്നതും രണ്ടും രണ്ടാണ്. ഒന്ന് അച്ചടക്കത്തിൻ്റെ ഭാഗമാണ്, മറ്റൊന്ന് പറയുന്ന കാര്യങ്ങൾ കേട്ടു പഠിക്കണം എന്ന ആഗ്രഹത്തിൻ്റെ ഭാഗമാണ്. കിതാബുകളിൽ പറയുന്നു, സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവലുൽ ഇൽമി അൽ ഇസ്തിമാഉ സുമ്മൽ ഇൻസാത്തു സുമ്മൽ ഹിഫ്ളു സുമ്മൽ അമലു സുമ്മൽ നശ്റു. അറിവ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ആദ്യം ഉണ്ടാകേണ്ടത് ശ്രദ്ധിച്ച് കേൾക്കലാണ്. ഖുതുബ ശ്രദ്ധിച്ച് കേൾക്കുന്നത് പോലെ, മതപ്രഭാഷണ സദസ്സുകളിൽ ശ്രദ്ധിച്ച് കേൾക്കുന്നത് പോലെ ആ സമയത്ത് മറ്റൊന്നിലും ഏർപ്പെടാതിരിക്കുക, അതാണ് ഇൻസാത്ത്. പിന്നെ അവിടെ പറഞ്ഞ കാര്യങ്ങൾ മനഃപ്പാഠമാക്കാൻ ശ്രമിക്കുക, അതനുസരിച്ച് അമൽ ചെയ്യുക. അവസാനത്തേത്, ആ കേട്ട കാര്യങ്ങൾ, പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവരിൽ പ്രചരിപ്പിക്കുക. ഈ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിൻ്റെ പ്രാധാന്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജത്തുൽ വിദാഇൽ പ്രത്യേകമായി ഊന്നിപ്പറയുകയും ജരീർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നീ ജനങ്ങളോട് പറയണം, ഞാനങ്ങോട്ട് വരുന്നുണ്ട്, ശ്രദ്ധിച്ച് കേൾക്കാൻ, ആ സദസ്സിൽ നല്ല അച്ചടക്കമുണ്ടാകാൻ നീ അവരോട് പറയണം. ഒരിക്കലും മോശക്കാരായ ആളുകൾ കലഹിക്കുന്നത് പോലെയുള്ള കലഹങ്ങളോ പ്രശ്നങ്ങളോ നല്ല ആളുകളിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല. ലാ തർജിഉ ബഅദി കുഫാറൻ യദ്രിബു ബഅദുക്കും റിഖാബ ബഅദ്. മോശക്കാരായ ആളുകൾ സദസ്സുകൾ അലങ്കോലപ്പെടുത്തുകയാണ് അവരുടെ രീതി. പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയില്ല. പറയുന്ന ആളുകൾ പണ്ഡിതന്മാരും നേതാക്കളും ആണ് എന്ന വിഷയം അവർ തീരെ ഗൗനിക്കുകയില്ല. അവർ ബഹളമുണ്ടാക്കുകയും ആ സദസ്സിൻ്റെ അച്ചടക്കം നഷ്ടപ്പെടുത്തുകയും ചെയ്യും. അത്തരക്കാരെ പോലെ നിങ്ങളാവരുത്. ഈ ഒരു ഹദീസ് നമ്മുടെ യോഗങ്ങൾ, സമ്മേളനങ്ങൾ, പ്രോഗ്രാമുകൾ വിജയിക്കുവാൻ അനിവാര്യമായ ഉപദേശമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഉപദേശം ഉൾക്കൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.